നമ്മുടെ പൂർവികർ നമ്മെ പഠിപ്പിച്ചത് പ്രകാരം റമദാനിന് വേണ്ടി പല ഒരുക്കങ്ങളും പല നന്മകൾ തന്നെ മാറ്റിവെക്കുന്നവരാണ് നമ്മൾ. ഏത് നന്മകൾ? മുമ്പൊക്കെ നമ്മൾ ചെയ്തു പോയിരുന്ന റമദാനല്ലാത്ത മാസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഹൈറായ കാര്യങ്ങൾ തന്നെ റമദാൻ എന്ന ഈ മാസം പരിഗണിക്കേണ്ട ഉത്തമമായ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മറ്റു പലതും മാറ്റിവെച്ച് നമ്മൾ ഇതിലേക്ക് വന്നവരാണ്. ചില ആളുകൾക്കൊക്കെ ഒരു സംശയങ്ങളുണ്ടാവും. റമദാനിൻ്റെ മുമ്പ് ഇപ്പോൾ നമ്മൾ നമ്മുടെ മജ്ലിസുകൾ പലതും നടക്കുന്നുണ്ട്, ആദർശ പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. റമദാനായപ്പോൾ അതൊക്കെ നിർത്തിവെച്ചു, അപ്പോൾ അതൊക്കെ ഒരു മോശമായിരുന്നില്ലേ, അതുകൊണ്ടാണല്ലോ റമദാനിലേ നടക്കാത്തത് എന്നൊക്കെ. റമദാനിലൂടെ എല്ലാം നമ്മുടെ ദർസുകൾ, മദ്രസകൾ നമ്മൾ നിർത്തിവെക്കുന്നുണ്ട്. നമ്മുടെ വലിയ വലിയ കോളേജുകളിൽ അവിടെ ദർസ് തഫ്സീറാണ്, ഖുർആന്റെ ദർസാണ്. ബൈലാവി, അതുപോലെ തന്നെ തഫ്സീറുൽ ജലാലൈനി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വലിയ ദർസുകൾ, തസവൂഫിന്റെ ദർസുകൾ, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, സിഹാഹു സിത്ത, ഇതൊക്കെയാണ് നമ്മളെ റമദാനല്ലാത്ത മാസങ്ങളിൽ ദർസ് നടത്തുന്ന ആ ദർസുകൾ പോലും നമ്മുടെ മദ്രസക്ക് നിർത്തലാക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതൊക്കെ മോശമായിരുന്നു, റമദാൻ ആയതുകൊണ്ട് അതൊക്കെ നിർത്തിവെച്ചത് അതിൻ്റെ അടയാളം അങ്ങനെ ആരും മനസ്സിലാക്കും? ഇല്ല. എന്താണ് കാര്യം? അതെല്ലാം ഉത്തമമായ വിഷയങ്ങളാണ്, അനിവാര്യമാണ്. പക്ഷേ റമദാനിൽ അതുമായി ബന്ധപ്പെട്ട പലതും ചെയ്യേണ്ടതുണ്ട്, അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ വെള്ളിയാഴ്ചകളിൽ കാലങ്ങളായി നമുക്ക് രാവിലെ മദ്രസല്ലല്ലോ. കാരണം വെള്ളിയാഴ്ച അൽക്കഫ് സൂറത്തും സ്വലാത്തും വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി പ്രത്യേകം തയ്യാറെടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ ആ ദിവസം ആ സമയത്തിനോട് ബന്ധപ്പെട്ട ഗുണം അതിനെയാണ് ഒന്നാമതായി പരിഗണിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പരിശുദ്ധമായ മാസത്തിനു വേണ്ടി പല നന്മകൾ തന്നെ, ഈ നന്മ ഈ മാസം പ്രത്യേകം പരിഗണിക്കണം എന്ന ബോധം നൽകിക്കൊണ്ട് നമ്മുടെ പൂർവികരൊക്കെ നമുക്ക് വഴി കാണിച്ചു തന്നതാണ്. നമ്മുടെ മറ്റു കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. പക്ഷേ റമദാനിൽ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നടത്തേണ്ടതുണ്ട്.